ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ അമ്പലത്തിൽ നിന്ന് നേരെ നമ്മളിതാ മേക്കപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കമൻറ്റ് ബോക്സിൽ എടുക്കുക, ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബിൽഡിങ്ങിലായിരുന്നു കേട്ടോ നമുക്ക് മേക്കപ്പ് ചെയ്യേണ്ട റൂമൊക്കെ ഉണ്ടായിരുന്നത്. നമ്മുടെ അരങ്ങേറ്റത്തിന് മേക്കപ്പ് ചെയ്യാൻ വന്ന സ്ഥലമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ മേക്കപ്പ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനും വിമലേട്ടനും വന്നു കേട്ടോ. അവിടെ അമ്മയും അച്ഛനൊക്കെ ആയിട്ട് അമ്പലത്തിൻ്റെ അവിടെ നമ്മൾ നേരത്തെ സ്റ്റേജിൽ നിന്ന് കണ്ടില്ല, അവിടെ തന്നെ ഇപ്പോൾ ഉറങ്ങിയപ്പോൾ അമ്മ അവിടെ ചെയറിൽ ഇട്ടിട്ട് ഇവർ മടിയിൽ വെച്ചിട്ട് അവിടെ ഉറക്കുമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യാൻ വന്നു. അപ്പോൾ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അനുഗ്രഹമൊക്കെ വാങ്ങി, ദക്ഷിണയൊക്കെ കൊടുത്ത് നമ്മൾ അനുഗ്രഹമൊക്കെ വാങ്ങി നമ്മൾ നേരെ അമ്പലത്തിൽ പോകുന്നു കേട്ടോ. ഒരു 4:30 ആകുമ്പോഴായിരുന്നു നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നുണ്ടായിരുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് പ്രോഗ്രാം ചെയ്യാൻ പോകുന്ന എല്ലാ പിള്ളേരും ഉണ്ട് കേട്ടോ. അവിടെ ഇതാണ് നമ്മുടെ മാം, റബീന മാം ഉണ്ട്. അപ്പോൾ കലാവൈഭവ ബാംഗ്ലൂരിലത്തെ പിള്ളേരാണ് കേട്ടോ ഇവരൊക്കെ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ അവിടെ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നു കേട്ടോ. ആ ഒരു ബ്ലെസ്സിങ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അമ്പലത്തിനുള്ളിൽ കയറിയിട്ട് ഒന്ന് നമ്മൾ തൊഴുതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴാണെങ്കിൽ എല്ലാവരും ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ. അവിടെയൊക്കെ അതാരെന്ന് പോലും അറിയത്തില്ല, ആൾക്കാരൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ വലമൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് തൊഴുതി ഇറങ്ങി. എന്നിട്ട് പിന്നെ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലൊക്കെ കയറി തൊഴുതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി തൊഴുതിട്ട് നമുക്കിനി നമ്മുടെ സ്റ്റേജിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേജ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സ്റ്റേജ്, മൂകാംബിക ടെമ്പിളിൻ്റെ സ്റ്റേജ് ഇതാണ് കേട്ടോ, ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ പ്രോഗ്രാമൊക്കെ തുടങ്ങാറായി. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വൈഭവും ശിവയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിതാ നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞു. ഇനി നമ്മളൊന്ന് അമ്പലത്തിലേക്ക് പോകുമായിരുന്നു കേട്ടോ. മാം അപ്പോൾ എല്ലാ പിള്ളേരെയും എല്ലാവരെയും കൂട്ടിയിട്ട് എല്ലാ കുട്ടികളും കൂടിയിട്ട് ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയി. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ പോയായിരുന്നു. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അവിടെ നല്ല മഴയുണ്ടായിരുന്നു അമ്പലത്തിൽ. പക്ഷെ നല്ല മഴയത്തും ഒരു ഭയങ്കര ഫീലായിരുന്നു കേട്ടോ. നമുക്ക് കുറേ തവണ പോയി തൊഴാൻ പറ്റിയത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിരുന്നു കേട്ടോ ആ ഒരു സമയത്തേക്ക്. പിന്നെ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രശാന്തായിരുന്നു കേട്ടോ പിള്ളേർ എല്ലാവരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്ന കുറച്ച് ഇതാണ് കേട്ടോ ഇതൊക്കെ. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ബാക്കിൽ നിന്ന് ആ ഒരു ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ അമ്പലത്തിൻ്റെ അടുത്ത്. അപ്പോൾ അതും ചെറിയൊരു മഴയൊക്കെ ആയിട്ട് സംഭവം സൂപ്പറായിരുന്നു. ഞാൻ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു. വിമലേട്ടനും ക്യാമറ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. ലച്ചുവിൻ്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്ത് വന്നിട്ട് ഒരു കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു, ഷൂട്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. അതിനുശേഷം പിന്നെ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മളിപ്പോൾ പോകുന്നത് മുരുടേശ്വര ടെമ്പിളിലേക്കാണ് കേട്ടോ. വലിയൊരു ശിവൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉള്ളൊരു വലിയൊരു അമ്പലം തന്നെയായിരുന്നു കേട്ടോ അത്. അപ്പോൾ നമ്മളിത് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മഞ്ഞും കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ല വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് ഉണ്ടായിരുന്നത്. നല്ല തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതാ നമ്മൾ കുറേ ദൂരമൊക്കെ ഈ മലയുടെ സൈഡാണ്. പിന്നെ നമ്മൾ ഹൈവേ കയറിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ആ പോർഷനൊക്കെ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതാ നമ്മുടെ യാത്ര അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ അവൾക്ക് എപ്പോൾ കാറിൽ കയറി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ആ ഒരു കാറ്റൊക്കെ ഫീൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മുരുടേശ്വര അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഫ്രണ്ടത്തെ ഒരു വലിയൊരു ഗേറ്റ് പോലെയുണ്ട്. ഗേറ്റല്ല, വലിയൊരു തൂണൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി കാണാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.